Hi, good evening. Good evening, sir. Good evening, Good sir. evening, sir. Good evening, sir. Good evening, sir. Good evening, sir. Good Thank you. Thank you Good so much. evening, sir. sir. Good evening. എല്ലാവർക്കും സ്വാഗതം. Good evening, sir. Good evening. Good evening. Thank you so much. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശബ്ദം ക്ലിയർ അല്ലേ? Yes, sir. Clear, sir. Clear. താങ്ക് യു. നമ്മള് സംസാരിച്ചു വരുന്നൊരു വിഷയം തന്നെയാണ്. നമ്മള് കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കിയത് നമ്മള് നല്ലതുപോലെ നമ്മൾ നല്ല ആളുകളായി ജീവിക്കാൻ ശ്രമിച്ചിട്ട് നമുക്ക് മറ്റു ആളുകൾക്കൊന്നും മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ഉപദ്രവങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരുത്താതിരുന്നിട്ടും നമ്മൾ കഴിവതും അച്ചടക്കങ്ങൾ പാലിച്ച് ജീവിച്ചിട്ട് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ നമുക്ക് വിചാരിച്ചതുപോലെ ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ വലിയ രീതിയിൽ നന്മകളോ ഒന്നും വരാതെ ജീവിതം പോകുന്ന അതേസമയം നമ്മൾ കാണുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ മോശപ്പെട്ടവരെന്നോ അഹങ്കാരമുള്ളവരെന്നോ ഒക്കെ കരുതുന്ന തരത്തിലുള്ള ആളുകൾക്ക് എന്നാൽ സമൂഹത്തിൽ അവർക്ക് വളരെ ഉയർച്ചയും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉയർച്ചയും നന്മയും ഒക്കെ ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒരു 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 നിരീക്ഷണം അല്ലെങ്കിൽ എന്താ പറയുക ഒരു പഠനമാണ്. അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയതാണ് നമ്മൾക്ക് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമുക്ക് നല്ലവരും നമുക്ക് മാത്രം തോന്നിയാൽ പോരാ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും തോന്നിയാൽ പോരാ. അത് നമ്മുടെ ഈ യൂണിവേഴ്സിന്റെ ഒരു സിസ്റ്റത്തിനും കൂടി അത് ഉൾക്കൊള്ളാൻ പറ്റണം എന്നുള്ളതാണ്. നമ്മൾ മോശപ്പെട്ടവരെന്നാണല്ലോ എൻ്റെ അർത്ഥം. യൂണിവേഴ്സ് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനനുസരിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത്. കൃത്യമായ ഒരു സിസ്റ്റം പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് യൂണിവേഴ്സിനും ഉള്ളത്. അപ്പം ആ ഒരു സിസ്റ്റത്തിനനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലത്. അല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കി വരാനുള്ളത്. നമ്മൾ കരുതും നമ്മൾ നല്ലവരാണ്, മറ്റുള്ളവർ ചിലര് അത്ര നല്ലവരല്ലായിരുന്നിട്ടും എന്തുകൊണ്ട്. അതാണ് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നത്, കാരണം അതിശയിപ്പിക്കുന്ന കാര്യം അതാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും അത് ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവത്തെയൊക്കെ കുറ്റപ്പെടുത്തും. ദൈവം അങ്ങനെ വിവേചനപരമായിട്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ വരുത്തുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ വന്ന് ഒരു റിബലായിട്ടൊക്കെ നമ്മൾ മാറുവാൻ കാരണം അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇത് ചിന്തിക്കാനുള്ളത് നമ്മൾ അങ്ങനെയല്ല അതിന്റെ സിസ്റ്റം ഇരിക്കുന്നത്. ആ രീതി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ ഒരു സംവിധാനത്തിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ യൂണിവേഴ്സ് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം അതിനനുസരിച്ച് മെച്ചപ്പെടുത്തി തരും. അതേസമയം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ സംവിധാനത്തിന് വിരുദ്ധമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ ആയിരിക്കും പ്രപഞ്ചം നമ്മളോട് പെരുമാറുക എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് വീണ്ടും ഓർമ്മിക്കുവാനുള്ളത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വയ്ക്കുവാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അകം ലോകത്തിനനുസരിച്ച് മാത്രമേ പുറം ലോകത്ത് യൂണിവേഴ്സിന് നമ്മുടെ ജീവിതത്തെ സൃഷ്ടിച്ചു തരാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ അകം ലോകത്തെ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പ്രധാനമായും നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ, നമുക്ക് ചിന്തകളെ പലപ്പോഴും നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ വരുത്തുവാനൊക്കെ ശ്രമിച്ചാൽ കഴിയും. എന്നാലും അത് കഴിയാത്തവർക്ക് കൂടിയും ഈസി ആയിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് സ്വന്തം നാവിൽ നിന്ന് എന്ത് വരണം എന്നുള്ളത് നിശ്ചയിക്കുവാൻ. അതാണ് നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ നിരന്തരമായിട്ട് വരുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തെ രൂപീകരിക്കുന്നതിൽ വളരെ നിർണായകമായ സ്വാധീനം പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്. നമുക്കിത് ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെയും നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളെയും എല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് നിർണായക തെളിവുകൾ കിട്ടും. നിങ്ങൾ ആ വാക്കുകൾ വളരെ മോശപ്പെട്ട രീതിയിലുള്ള സംഭാഷണങ്ങളും സംസാര രീതികളും ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ക്വാളിറ്റി കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതൊക്കെ ആളുകളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് ജീവിതത്തിൽ ഉയരാൻ കഴിയില്ല. ഒരു പർട്ടിക്കുലർ ലെവലിൽ മാത്രമേ കഴിയുകയുള്ളൂ.
കാരണം എന്ന് പറഞ്ഞാൽ അത് കാരണം അതങ്ങനെയാണ്. അവരുടെ വൈബിനെ ഉയർത്താൻ അവർക്ക് കഴിയാറില്ല. കാരണം ഈ വാക്കുകൾ നിരന്തരമായ അവരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അവരുടെ വൈബിനെ സ്വാധീനിക്കും. നിരന്തരമായിട്ട് സ്വാധീനിച്ചുകൊണ്ട് ആ വൈബ്രേഷൻ അനുസരിച്ച് മാത്രമേ യൂണിവേഴ്സിന് അവർക്ക് ജീവിതം നൽകാൻ കഴിയുകയുള്ളൂ. അതായത് അവരുടെ കാന്തശക്തി, ആ കാന്തശക്തി കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അതേസമയം അത്യാവശ്യം ഉയർന്ന നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ സംസാര രീതിയൊക്കെ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അവരും എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവരുടെ ഒരു സംസാര ശൈലി അല്ലെങ്കിൽ രീതി. അപ്പൊ നമ്മളെ സംസാരത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിലൂടെ പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. അത് ഒരുപാട് പേർക്ക് ആ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ ഈ ഒരു സംസാര രീതി പോലെ തന്നെ നമുക്ക് അറിവില്ലാത്ത മറ്റൊരു ശീലം കൂടി നമ്മുടെ ജീവിതത്തെ നിർണയിച്ചുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. നമ്മുടെ സംസാരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് പോലെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ശീലം, അതാണ് നമ്മുടെ ശ്രദ്ധ, അറ്റൻഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ രൂപീകരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. നമ്മൾ ജനറലി കാണും, അയ്യോ ഞാൻ ഈ സമൂഹത്തില്, ഞാൻ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു മനുഷ്യൻ, ഞാൻ ഒരു മനുഷ്യന് ഒരു ദ്രോഹവും വരുത്താത്ത പാവം ഞാൻ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചില ജീവിതാനുഭവങ്ങൾ, ബുദ്ധിമുട്ടേറിയ ജീവിതാനുഭവങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കാര്യത്തിനകത്തും ഒരു ഉയർച്ചയോ നന്മയോ ഉണ്ടാകുന്നില്ല. പലതരത്തിലുള്ള വിഷയങ്ങൾ കാരണം മനസ്സിന് അസ്വസ്ഥതകരമായ അവസ്ഥയിലൂടെ ഞാൻ നിരന്തരമായി കടന്നു പോകുവാൻ തക്കവിധം എന്ത് പാപമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അറിയാനുള്ളവർ തീർച്ചയായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ്, അവരുടെ സംസാര രീതിയോടൊപ്പം തന്നെ അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ നിരന്തരമായി ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾക്കും വളരെ പങ്കുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുവാൻ പലർക്കുമുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സംശയമാണ്, എന്താണ് ഈ ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. അത് നമുക്ക് ഒന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് നമ്മളെന്ന് പറയുന്ന ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ മുന്നോട്ട് ജീവിച്ച് പോകുവാൻ വേണ്ടി ഈ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ പ്രപഞ്ചാംശം, ദൈവാംശം, ആത്മീയമായ ഒരു അംശം, ആ ബ്രഹ്മശക്തിയുടെ ഒരു ഭാഗം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു ഉള്ളിലുള്ള നമ്മുടെ ബ്രഹ്മശക്തി അതിൻ്റെ മനുഷ്യരൂപമുള്ള ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ മുന്നോട്ട് ചലിക്കുവാൻ വേണ്ടി ഏർപ്പെടുത്തി തന്നിരിക്കുന്ന രണ്ട് സംവിധാനങ്ങളാണ്. പ്രധാനമായും 3 സംവിധാനങ്ങൾ. ഒന്ന് ബോഡി, ഒന്ന് മനസ്സ്. അതിനകത്ത് മനസ്സിന് രണ്ടായിട്ട് വിഭജിക്കുന്നു. ഒന്ന് ബോധ മനസ്സും ഉപബോധ മനസ്സും. ഇപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിന് കൃത്യമായ ഒരു നിർദ്ദേശം നമ്മുടെ യൂണിവേഴ്സൽ പവർ നൽകിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ, നീ ഈ ബോധ മനസ്സ് എന്ത് നിന്നോട് പറയുന്നോ അത് നീ അനുസരിക്കുക. അതാണ് ഒരു എഗ്രിമെന്റ്. നമ്മളോടൊപ്പം ഈ ഉപബോധ മനസ്സും ബോധ മനസ്സും വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എഗ്രിമെന്റ് ഇതാണ്. നമ്മുടെ ബോധ മനസ്സ് എന്ത് പറയുന്നു അതനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ഉപബോധ മനസ്സിന്റെ ഡ്യൂട്ടി. അപ്പം ബോധ മനസ്സ് എന്ത് ആഗ്രഹിച്ചാലും അത് നടത്തിക്കൊടുക്കുക എന്നൊരു കൽപ്പനയാണ്. നമുക്ക് ജസ്റ്റ് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതി. അതായത് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ ഈ അലാവുദ്ദീനെ അത്ഭുത വിളക്കിലെ ആ ഒരു ഭൂതത്തെ നമ്മൾ ആ കഥകളൊക്കെ വായിക്കുമ്പോൾ അതുപോലൊരു ഭൂതം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. സത്യത്തിൽ അതുപോലൊരു ഭൂതം നമ്മളോടൊപ്പം തന്നെ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ കൂടെ ഉണ്ട് ഒരു ഭൂതം, നമ്മുടെ സകല കാര്യങ്ങളും നിവർത്തിച്ചു തരാൻ വേണ്ടി, സകല കാര്യങ്ങളും നടത്തി തരാൻ വേണ്ടി. പക്ഷേ നമ്മൾ ഈ ഭൂതത്തെ തിരിച്ചറിയുന്നില്ല. ഈ ഭൂതമാണ് നമ്മുടെ ഉപബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സ് എന്ന് പറയുന്ന ഈ ഭൂതം നമ്മുടെ ബോധ മനസ്സ് എന്ന് പറയുന്ന അതിന്റെ യജമാനൻ. അതായത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണെന്നാണല്ലോ നമ്മൾ കരുതി, നമ്മുടെ ഈഗോ മനസ്സ്, നമ്മുടെ ബോധ മനസ്സുകൊണ്ട് എന്ത് ആഗ്രഹിച്ചാലും അത് നടത്തി കൊടുക്കുക എന്നൊരു കൽപ്പന
ഈ ഒരു ഭൂതത്തിന് കിട്ടിയിട്ടുണ്ട്, അതായത് നമ്മുടെ ഉപബോധ മനസ്സിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോധ മനസ്സുകൊണ്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും, എന്തെല്ലാം ചിന്തിച്ചാലും, എന്തെല്ലാം സംസാരിച്ചാലും, എന്തെല്ലാം ശ്രദ്ധിച്ചാലും അതൊരു ഓർഡർ ആയിട്ട് എടുത്തുകൊണ്ട്, അതൊരു ഓർഡർ, അതായത് ഒരു കൽപ്പനയായിട്ട്, ആജ്ഞയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അത് നമ്മളിലേക്ക്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഉപബോധ മനസ്സ്. അതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതിനോടൊപ്പം തന്നെ ആ ഉപബോധ മനസ്സിന് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്ന നമ്മുടെ സകല നമ്മുടെ ശരീരത്തിന്റെ സകല നാഡീനരമ്പുകളുടെയും ആന്തരിക അവയവങ്ങളുടെയും എല്ലാം പ്രവർത്തനത്തിനും എല്ലാം അതിന്റെ ചുമതല ഉണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ ഒരു ഡ്യൂട്ടി കൂടി ഉള്ളത്. ബോധ മനസ്സുകൊണ്ട് എന്താഗ്രഹിച്ചാലും നീ നടത്തി കൊടുക്കുക. അവിടെയാണ് വിഷയം എന്ന് പറഞ്ഞാൽ, എന്താഗ്രഹിച്ചാലും നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. ബോധ മനസ്സുകൊണ്ട് എന്താഗ്രഹിച്ചാലും അവിടെയാണ് പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ എന്തുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ നല്ല രീതിയിൽ ജീവിച്ചിട്ടും, എനിക്ക് നല്ല രീതിയിൽ ഞാൻ പെരുമാറിയിട്ട്, ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറിയിട്ട്, എന്തുകൊണ്ട് എനിക്ക് ഇതുപോലുള്ള പല മോശം അനുഭവങ്ങളും ജീവിതത്തിലേക്ക് എനിക്ക് വരുന്നു, അല്ലെങ്കിൽ ഞാൻ ആകർഷിക്കുന്നു എന്ന് പറയുന്നതിനൊരു ഉത്തരമാണിത്. നമ്മൾ പലപ്പോഴും നമ്മൾ നല്ല മനുഷ്യരാണെന്ന് നമ്മൾ കരുതും. പക്ഷെ ഉപബോധ മനസ്സ് നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ബോധ മനസ്സുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും. ഐഡിയ കിട്ടിയല്ലോ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്? നമ്മുടെ ഉപബോധ മനസ്സ് തരുന്നത് നമ്മുടെ ബോധ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന കാര്യം. അതാണ് നമ്മുടെ സംസാരങ്ങളെയും നമ്മുടെ ചിന്തകളെയും എല്ലാം നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം എന്ന് പറയാൻ കാര്യം. അതിനകത്തുള്ള വാക്കുകളും അതിനകത്തുള്ള പിക്ചറുകൾ, ഇമേജുകളെല്ലാം ഇത് എടുക്കുന്നത് നമുക്ക് വേണ്ട കാര്യമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തോ കാര്യം ആഗ്രഹിച്ചിട്ടാണ് ഇത് ചിന്തിക്കുന്നത്, ഓർഡർ ഇടുന്നതെന്നാണ് അത് കരുതുന്നത്. അപ്പം അത് ഇങ്ങനെ ആജ്ഞ സ്വീകരിക്കാനുള്ള വളരെ വിനീത വിധേയനായ ഭൃത്യനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഉപബോധ മനസ്സ് ഫുൾ ടൈം. അപ്പൊ നമ്മളിത് ഇങ്ങനെ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമായ കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് വേണ്ടാത്തതായ കാര്യങ്ങൾ, നമ്മൾ ഭയപ്പെടുന്നതായ കാര്യങ്ങളുമാണെങ്കിലും ഈ കാര്യം മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിപ്പിക്കാൻ ശ്രമിക്കുകയുള്ളൂ. അതാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ സംസാരവും ചിന്തയുമാണെന്നുള്ളത്. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മുടെ ശ്രദ്ധ. നമ്മൾ നിരന്തരമായി എന്തിൽ നമ്മുടെ ബോധ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുന്നോ, അക്കാര്യം ഈ ഉപബോധ മനസ്സ് നമുക്ക് വേണ്ട കാര്യമായിട്ട് കണ്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ കാണിച്ചു തരുവാനും ആകർഷിപ്പിക്കുവാനും ശ്രമിക്കും. ഞാൻ ഇത് മുമ്പ് ഒരു വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ടോർച്ച് ലൈറ്റ് അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് പോലെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇത് നമ്മുടെ ഒരു ഫുൾ ടൈം ഇവിടെ ഒരു ഹെഡ്ലൈറ്റ് ഉള്ളത് പോലെയാണ്. ഫുൾ ടൈം നമ്മുടെ നെറ്റിയിൽ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്. ആ ഹെഡ്ലൈറ്റ് പതിയുന്നത് എന്തോ അത് കൂടുതൽ കൂടുതൽ വികസിക്കും, ആകർഷിപ്പിക്കപ്പെടും, കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യും. അതാണ് ദി ലോ ഓഫ് അട്രാക്ഷൻ. അത് നമ്മുടെ കാന്തശക്തിയുടെ ഫലമായിട്ടാണ്. നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്രദ്ധ. നിങ്ങൾ ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബോധ മനസ്സുകൊണ്ടാണ്. നിങ്ങളുടെ ബോധ മനസ്സുകൊണ്ട് ഫോക്കസ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുന്നതനുസരിച്ചാണ് എത്രത്തോളം നിങ്ങളുടെ ഫോക്കസ്, ശ്രദ്ധ ഈ ക്ലാസ്സിൽ പതിയുന്നോ അതിനനുസരിച്ച് ഈ ക്ലാസ്സിൽ നിന്നുള്ള അറിവുകളുടെ ശേഖരം നിങ്ങളിലേക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സ് എത്തിക്കാൻ സ്റ്റോർ ചെയ്യും. അപ്പം നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഇവിടെ ഇതുപോലെ ഒരു ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ആ ഹെഡ്ലൈറ്റിൽ നിന്ന് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ ഹെഡ്ലൈറ്റ് നിങ്ങൾ അറിയാതെ ഒരു അദൃശ്യമായ പ്രകാശം ഈ ഒരു ക്ലാസ്സിലേക്ക് പതിയുന്നുണ്ട്. ആ പ്രകാശം പതിയുന്നു എന്ന് സങ്കല്പിക്കുക. ഈ ഒരു പ്രകാശം എത്രത്തോളം നേരം പതിഞ്ഞിരിക്കുന്നു അതിനനുസരിച്ച്
ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ അല്ലെങ്കിൽ ക്ലാസ്സിന്റെ പവർ നിങ്ങളിലേക്ക് അത് എത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഈ ക്ലാസ് ഡെവലപ്പ് ചെയ്യും. അതേസമയം ഈ ക്ലാസ്സിനിടയിൽ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ വരും. അതായത് ഫോണിൽ അപ്പോൾ ഒരു മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഫോണിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറുമ്പോൾ ഈ ലൈറ്റ് ആ ഫോണിലേക്കാണ് പതിയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ ക്ലാസിന്റെ പവർ നിങ്ങൾ അത്രയും നേരം കൊടുത്തോണ്ടിരുന്നത് നിങ്ങൾക്ക് കുറയും. ഫോണിലേക്ക് കുറച്ച് നേരം ശ്രദ്ധിക്കുന്നതനുസരിച്ച് ആ ഫോണിനകത്തുള്ള കാര്യം എന്താണോ നിങ്ങളുടെ ശ്രദ്ധ പതിയുന്നത് അത് ഡെവലപ്പ് ചെയ്യും. ഇത് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം പോകണം. നമ്മൾ ഇത് ഏത് രീതിയിൽ ജീവിതത്തിന്റെ ഏത് കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നോ ആ കാര്യം ഈ ലൈറ്റ് ആ കാര്യത്തിലേക്ക് അടിക്കുന്നുണ്ട്, അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് പോയിന്റ്. നമ്മൾ ഏത് കാര്യത്തിലേക്കാണോ നമ്മുടെ ശ്രദ്ധ അധികമായി പതിപ്പിച്ച് നിർത്തുന്നത്, പതിപ്പിച്ച് നിൽക്കുന്നിടത്തോളം സമയം ആ കാര്യം വികസിക്കും. അത് പോസിറ്റീവ് ആയാലും ശരി, നെഗറ്റീവ് ആയാലും ശരി. അതാണ് പോയിന്റ്. അത് പോസിറ്റീവ് ആയാലും ശരി, നെഗറ്റീവ് ആയാലും ശരി, നമ്മുടെ ഉപബോധ മനസ്സിന് അതിന് കിട്ടിയിരിക്കുന്ന ഓർഡർ എന്ത് പറഞ്ഞാലും എന്ത് ആഗ്രഹിച്ചാലും ഡെവലപ്പ് ചെയ്ത് കൊടുത്തോളാനാണ് മോളിൽ നിന്നുള്ള ഓർഡർ. എന്താഗ്രഹിച്ചാലും. അങ്ങനെ വരുമ്പോഴോ നമ്മള് ജീവിതത്തിനകത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലും കൂടി നമ്മൾ ശ്രദ്ധ നിരന്തരമായിട്ട് പതിപ്പിച്ചാലോ അതും ഡെവലപ്പാവും. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് ഡെവലപ്പായി വരും, കൂടുതലായിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ കരുതുന്നത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ആളുകൾക്ക് ഉപദ്രവമൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഒരു മനുഷ്യനും ഒരു പാപവും ചെയ്യുന്നില്ല, പിന്നെ എനിക്ക് എന്താണ് ഇങ്ങനെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്നത്? നിങ്ങളെ ശ്രദ്ധ എങ്ങോട്ട് കൂടിയാണ് പതിയുന്നത് എന്ന് ശ്രദ്ധിക്കൂ. ഒരു കരുതലുണ്ടാകും. സംസാര ശൈലിയിൽ ഒരു കരുതലുണ്ടാകും. സംസാര ശൈലി എൻ്റെത് എങ്ങനെയാണ്? ക്വാളിറ്റിയുള്ള വാക്കുകളാണോ? എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ചാണോ ഞാൻ അധികമായിട്ട് സംസാരിക്കുന്നത്, അത് വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചാണോ? നമ്മുടെ ഓരോ സംസാരവും ചിന്തയും ശ്രദ്ധയും എല്ലാം തന്നെ ഉപബോധ മനസ്സിന് ഓർഡറാണ്. അത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം കൂടുതലായി ആകർഷിപ്പിക്കപ്പെടും. നമ്മുടെ ശ്രദ്ധ നമുക്ക് നിലവിലുള്ള ജീവിതത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ പതിയുന്നതെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്ലെസ് ആണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ സ്നേഹമുള്ളതാണ്, നിഷ്കളങ്കമാണ്, റീസണിങ് എബിലിറ്റി ഇല്ല. അതിലേക്ക് നമ്മൾ ടോർച്ച് അടിച്ച് കൊടുക്കുന്നത് പോലെ അത് ഡെവലപ്പ് ചെയ്തെടുക്കും. ടോർച്ച് അടിച്ച് ഡെവലപ്പ് ചെയ്യുന്നത് പോലെ അത് ഡെവലപ്പ് ചെയ്തെടുക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കരുതിക്കൂട്ടി ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ കഴിയുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് നമ്മുടെ അറ്റൻഷൻ എവിടെ പതിയണം എന്നുള്ളത്. അറ്റൻഷൻ നമുക്ക് ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അഭികാമ്യമല്ല, നമ്മുടെ ജീവിതത്തിൽ അഭികാമ്യമല്ലാത്തതാണെന്ന് ഇനി മുതൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ആ ലൈറ്റ് എവിടെ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കുകയും നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയും ഫോക്കസ് ചെയ്യും, നമ്മൾ താല്പര്യത്തോടെ നോക്കുകയും ചെയ്യുന്നതെല്ലാം തന്നെ ആ ലൈറ്റ് അവിടെ പതിയുന്നുണ്ട്. ആ ലൈറ്റ് അവിടെ പതിഞ്ഞിട്ട് അതിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ഏതെങ്കിലും രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മുടെ ഉപബോധ മനസ്സ് ശ്രമിക്കും. ഇത് തന്നെയാണ് ആ നമ്പറുകളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. നമ്മൾ നമ്പറുകളുടെ കാര്യം മുമ്പ് ഇവിടെ ഒരിക്കൽ സംസാരിച്ചിട്ടുള്ളതാണ്. റിപ്പീറ്റഡ് നമ്പേഴ്സ് എന്തോ വലിയ കാര്യമാണ് എന്ന് കരുതി നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, പല പല സീക്വൻസിലുള്ള നമ്പറുകൾ എന്തോ കാര്യമാണ്, നമുക്ക് വേണ്ട എന്തോ കാര്യമാണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് കരുതുന്നത് ഈ ഒരു ഓർഡറാണ് അവിടെ എടുക്കുന്നത്. അത് പിന്നെ ഒന്നും നോക്കില്ല, അത് അവിടെയും ഇവിടെയും കാണുന്ന അപ്പപ്പോൾ കാണുന്ന നമ്പറുകളെ എല്ലാം വരുമ്പോൾ അതിലേക്ക് നമ്മളെ കാണത്തക്ക രീതിയിൽ നമ്മൾ അതിലേക്ക് നോക്കിപ്പിക്കും നമ്മുടെ ഉപബോധ മനസ്സ്. അങ്ങനെയാണ് നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുകയും അത് വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വാഹനത്തെക്കുറിച്ച് നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുകയും കുറച്ചു നേരം ചിന്തിക്കുകയും ചെയ്തിട്ട് നമ്മൾ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളമായി ആ വാഹനം നമ്മുടെ മുന്നിൽ കടന്നു പോകും.
കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ ഒരു ശ്രദ്ധ കൊടുക്കുമ്പോഴുണ്ടാകുന്ന, ആ ശ്രദ്ധിക്കുമ്പോഴുണ്ടാകുന്ന ഉപബോധ മനസ്സിന്റെ ഒരു ആജ്ഞ അനുസരണമാണ്. നിരന്തരമായിട്ട് ആ വാഹനം നമ്മുടെ മുന്നിൽ കാണും നമ്മൾ. കാരണം എന്ന് പറഞ്ഞാൽ അത് എവിടെ ആ ഒരു വാഹനം കണ്ടാലും നമ്മൾ വേറെ അങ്ങോട്ടെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ശരി തന്നെ ആ വാഹനത്തിലേക്ക് നമ്മുടെ കണ്ണിനെ തിരിച്ചു വെക്കും. നമ്മൾ ആ നിമിഷം ആ വാഹനം കാണും. നമ്മുടെ ഉപബോധ മനസ്സിന്റെ പവറാണ്. ഇതുപോലെ തന്നെയാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ഉപബോധ മനസ്സ് ആക്ഷൻ എടുക്കുന്നത്. ഈ വാഹനങ്ങളുടെയും നമ്പറുകളുടെയും എല്ലാം കാര്യത്തിൽ ഉപബോധ മനസ്സിന് ഈസി ആയിട്ട് നടക്കുമെങ്കിൽ മറ്റേ കാര്യം അതുപോലെ ഈസി ആയിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന, വാച്ച് ചെയ്യുന്ന, അറ്റൻഷൻ കൊടുക്കുന്ന, ശ്രദ്ധിക്കുന്ന നെഗറ്റീവായിട്ടുള്ള വാർത്തകളാകട്ടെ, നാട്ടിൽ നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളാകട്ടെ, മറ്റു മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാകട്ടെ, എന്തായാലും ശരി തന്നെ നമ്മുടെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാകട്ടെ, റിലേഷൻഷിപ്പിലെ ബുദ്ധിമുട്ടുകളാകട്ടെ, ശരീരത്തിന്റെ രോഗങ്ങളുടെ ബുദ്ധിമുട്ടുകളാകട്ടെ, ഇതിന്റെ എല്ലാം ശ്രദ്ധ നമ്മൾ നിരന്തരമായിട്ട് പതിപ്പിച്ചുകൊണ്ടിരുന്നാൽ അക്കാര്യം അത് ഈസി ആയിട്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കരുതിക്കൂട്ടി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കരുതിക്കൂട്ടി മാറ്റിക്കൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് മാറ്റി നമുക്ക് വേണ്ട കാര്യത്തിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ശ്രദ്ധയെ പതിപ്പിക്കാൻ കഴിയും. അങ്ങനെ പതിപ്പിച്ചുകൊണ്ട് ആ വേണ്ട കാര്യത്തെ നമ്മുടെ കൂടുതലായി ജീവിതത്തിലേക്ക് ആകർഷിപ്പിക്കുവാൻ പറ്റും. ജീവിതത്തിൽ വലിയ സക്സസ്ഫുൾ ആയ ജീവിതം നയിക്കുന്ന ആളുകളെല്ലാം പിന്തുടരുന്ന രീതിയാണത്. അവർ കരുതിക്കൂട്ടി, അറിഞ്ഞോ അറിയാതെ, ചിലപ്പോൾ കരുതിക്കൂട്ടി ആയിരിക്കില്ല, അവരുടെ നാച്ചുറൽ ഹാബിറ്റ് ആയിരിക്കും. അവര് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കില്ല, ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കില്ല. ഹയർ ലെവൽ, ഹൈ ക്വാളിറ്റി ഉള്ള ലൈഫിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ മുഴുവൻ. സ്വാഭാവികമായും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അത് മാത്രമേ അവരിലേക്ക് ആകർഷിപ്പിച്ച് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ജീവിതത്തിന്റെ രഹസ്യം. അതുകൊണ്ട് അറ്റൻഷൻ ഈസ് അട്രാക്ഷൻ എന്നാണ്. നമ്മൾ എന്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു അതാണ് ആകർഷണം. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. മനുഷ്യന് തന്നിരിക്കുന്ന ഒരു കഴിവാണ് ജീവിതം സൃഷ്ടിക്കാൻ വേണ്ടി ക്രിയേറ്റീവായിട്ട് ജീവിതത്തെ നിർമ്മിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ദൈവശക്തിയെന്നോ പ്രപഞ്ചശക്തിയെന്നോ ആത്മശക്തിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാവുന്ന നമ്മുടെ ആ ഒരു പവർ, ഓരോ മനുഷ്യന് നൽകിയിരിക്കുന്ന ക്രിയേറ്റീവായിട്ടുള്ള പവറാണ് സ്വന്തം നാവും ചിന്തകളും ശ്രദ്ധയും. ആ ശ്രദ്ധ അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് മാത്രമാക്കണം. പലർക്കും ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. ആ കമന്റുകൾക്കെല്ലാം ജീവിതത്തിലെ വിഷയങ്ങൾ എങ്ങനെ മാറ്റണം, ജീവിതത്തിലെ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് എങ്ങനെ മാറ്റണം, ആളുകൾ നെഗറ്റീവായിട്ട് പെരുമാറുന്നു എന്നൊക്കെയുള്ള കമന്റുകളും മെസ്സേജുകളും എല്ലാം വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ റിലേഷൻഷിപ്പിനകത്ത് നെഗറ്റീവായിട്ടുള്ള ഭാഗം മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടാണ് ആ പോയിന്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ വേണ്ടി നമുക്ക് ജീവിതത്തിൽ വേണ്ടാത്ത കാര്യത്തിലേക്കുള്ള നമ്മുടെ ശ്രദ്ധയെ അറിയാതെ പതിയുന്നത് ഇനി ശ്രദ്ധിച്ചോണം. നമ്മൾ വേണ്ടാത്ത കാര്യത്തിലേക്ക്, നമ്മൾ എന്തിലേക്കാണ്, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടെന്ന് ഇനി അങ്ങ് വിശ്വസിക്കുക. ഈ ലൈറ്റ്, ഞാൻ എന്തിലേക്കാണോ എൻ്റെ ശ്രദ്ധ പതിയുന്നത് അതിലേക്ക് ആ ലൈറ്റ് വീണു കഴിഞ്ഞാൽ അത് മെല്ലെ വിളങ്ങി വികസിക്കും. നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം എത്ര ചെറുതാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള നന്മകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ആ നന്മ വികസിച്ച് ഈ നെഗറ്റീവായിട്ടുള്ള കുറവുകൾ മെല്ലെ കുറഞ്ഞു വരും. അതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവും.
നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ഏരിയയിലാണോ നമുക്ക് സൊല്യൂഷൻ വേണ്ടത്, നമ്മൾ സത്യത്തില് ആ ഏരിയയിൽ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം ആ പ്രശ്നത്തിലേക്ക് നമ്മുടെ ഫോക്കസിനെ അധികമായിട്ട് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നമ്മൾ ആ ഒരു ഫോക്കസ്, നമ്മുടെ അറ്റൻഷൻ, ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കുന്നോ ആ ഒരു കാര്യം കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തിനെയാണോ കൂടുതൽ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് കൂടുതലായിട്ട് പെർസിസ്റ്റ് ചെയ്യും, കൂടുതലായിട്ട് നിലനിൽക്കും, അത് വികസിക്കും. നമുക്ക് ജീവിതത്തിൽ ഒരാൾ നിരന്തരമായിട്ട് ബുദ്ധിമുട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നിടത്തോളം കാലം ആ വ്യക്തിയിൽ നിന്നുള്ള ബുദ്ധിമുട്ട് വർദ്ധിക്കുകയുള്ളൂ. കാരണം നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സത്യത്തിൽ നമ്മുടെ അറ്റൻഷൻ ആ വ്യക്തിയുടെ നെഗറ്റീവ് വശത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. സ്വാഭാവികമായ ലൈറ്റ് അവിടെ പതിയും. ആ ഫോക്കസ് ലൈറ്റ് പതിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഉപബോധ മനസ്സിന് അത് തെറ്റിദ്ധരിക്കും. അത് വെറും ഒരു സാധുവാണ്, നിഷ്കളങ്കമാണ്. അത് തെറ്റിദ്ധരിക്കുന്നത് നമുക്ക് ആ നെഗറ്റീവ് വശമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയിലെ നെഗറ്റീവ് വശമാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ നെഗറ്റീവ് വശത്തെ അത് കൂടുതൽ പൊലിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോഴോ നമ്മൾ കൂടുതൽ വിഷയത്തിലേക്ക് പോകും. കൂടുതൽ പ്രശ്നം ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളായിട്ടുള്ള വിഷയം, സമൂഹമായിട്ടുള്ള വിഷയം, നാട്ടിൽ കുറെ ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു, അതെന്ന് കരുതിയിട്ട് നമ്മൾ ആ വ്യക്തികളുടെ നെഗറ്റീവ് വശത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയും നമ്മൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്യുകയും അവരെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ആ ഒരു സംവിധാനത്തിന് അതിന്റെ പവർ വർദ്ധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ആ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ അവിടെ നമ്മുടെ അറ്റൻഷനെയാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്, നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ശരി തന്നെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ കാര്യത്തിലായാലും ശരി തന്നെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ നിരന്തരമായിട്ട് പതിപ്പിക്കുമ്പോൾ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ആ ഒരു സാഹചര്യങ്ങൾ കൂടുതലായിട്ട് വികസിപ്പിക്കാനേ ഈ ഉപബോധ മനസ്സ് ശ്രമിക്കുകയുള്ളൂ. പകരം നമ്മൾ ചെയ്യാനുള്ളത് നമുക്കൊരു അല്പമെങ്കിലും സാമ്പത്തികമായിട്ട് കുറച്ചെങ്കിലും ഒരു വരുമാനം, ചെറുതാണെങ്കിലും ഒരു വരുമാന മാർഗമുണ്ട്, കുറച്ച് സ്വത്തുക്കളുണ്ട് എന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് വശത്തിലേക്ക് നമ്മുടെ ചിന്തയെ നിരന്തരമായി നൽകുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ, ഫോക്കസ് നിരന്തരമായി നൽകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് ഈ ഒരു ഉപബോധ മനസ്സ് ആ ഒരു അതായത് ആ ഒരു എന്തിലെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള അല്പം സമ്പത്താണെങ്കിൽ, അത് അല്പം പൈസ കയ്യിലുള്ളൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗം, കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗം നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. അതേസമയം നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കാണ് നമ്മുടെ ഫോക്കസിനെ കൂടുതലായിട്ട് കൊടുക്കുന്നതെങ്കിൽ ആ ബുദ്ധിമുട്ട് വർദ്ധിക്കുന്ന കാര്യമേ അതിന് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഏതൊരു വിഷയത്തിലാണെങ്കിലും ശരി തന്നെ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിനകത്ത് പലരും പരാതി പറയുന്നതാണ്, കുഞ്ഞുങ്ങളുടെ നെഗറ്റീവ് വശത്തിലേക്ക് അവർ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ട്. കൗമാരക്കാരായ കുട്ടികളുടെയൊക്കെ കാര്യത്തിനകത്ത് നമ്മൾ പറയുന്ന അനുസരിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പല പരാതികൾ പാരന്റ്സ് പറയാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് അവരുടെ നെഗറ്റീവ് വശത്തേക്ക് ഫോക്കസ് ചെയ്ത് ആദ്യം പിടിക്കുന്നതിന് പകരം അവർക്കുള്ള കഴിവുകളിലേക്ക് നമ്മുടെ ഫോക്കസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ആ കഴിവിലേക്ക് നമ്മുടെ ആ ഒരു അറ്റൻഷൻ, ശ്രദ്ധയെ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ ആ ലൈറ്റ് പതിപ്പിക്കാൻ ശ്രമിക്കണം. നമ്മുടെ മനസ്സുകൊണ്ട് അവരെ നമ്മൾ കാണുമ്പോൾ അവരുടെ നന്മകളെ നമ്മൾ കൂടുതലായിട്ട് കാണാനും അത് മനസ്സിൽ കൊണ്ടുവരുവാനും നമ്മൾ ശ്രമിക്കണം. സ്വാഭാവികമായിട്ടും അവരുടെ ആ നന്മകൾ വികസിക്കും. ക്രമേണ അവരുടെ തിന്മകൾ, കുറവുകൾ മാറി വരും. നമ്മൾ എന്തിലാണോ ആ ലൈറ്റ് വീഴുന്നത് അത് വികസിക്കും. ലൈറ്റ് വീഴാത്ത ഭാഗം ഫെയ്ഡ് ആവുമെന്നാണ് തിയറി, മങ്ങിപ്പോവും. അപ്പൊ ലൈറ്റ് ഏതിൽ വീഴണം എന്നുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും നോക്കാനുള്ള, നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഈ ഒരു പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഇതിന് എബ്രഹാമിക്സ് 1-2 ടിപ്പ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ ഉള്ള കാര്യങ്ങളിൽ ഒരുപാട് ഒബ്സർവേഷൻ അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ അതായത് എന്താണ്,
നമ്മൾ നിലവിൽ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളിലുള്ള ഒബ്സർവേഷൻ കുറയ്ക്കണം. ഒബ്സർവേഷൻ, അതായത് നമ്മൾ ഇങ്ങനെ എപ്പോഴും ജീവിതത്തിൽ എന്നിട്ട് കഴിവതും നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ഇമാജിനേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ കണ്ണടച്ചിരുന്നിട്ട്, കാരണം പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഉള്ളിലല്ലേ നമ്മൾ സൃഷ്ടിക്കുന്നത്, നമ്മുടെ ഉള്ളിലല്ലേ നമ്മുടെ ജീവിതം സൃഷ്ടിക്കുമ്പോൾ അതല്ലേ പ്രതിബിംബമായിട്ട് വരുന്നത്, അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ഉള്ളിന്റെ പ്രതിബിംബമല്ലേ ജീവിതം. അപ്പൊ കണ്ണാടിയിൽ നോക്കിയിട്ട് കണ്ണാടിയിലെ പ്രതിച്ഛായയെ എങ്ങനെ ശരിയാക്കാം എന്ന് കരുതുന്നതിന് പകരം നമ്മൾ അതിന്റെ ഒറിജിനലിനെ ശരിയാക്കുന്നതിലേക്കല്ലേ ശ്രമിക്കാനുള്ളത്. അപ്പൊ എന്താണ്, പ്രതിച്ഛായ ശരിയാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഇമാജിനേഷൻ, ആ ഒരു കാര്യം. ഇപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണെന്നുള്ളത്, ബാങ്ക് ബാലൻസ് കുറവാണ്, ചെറിയ ബാങ്ക് ബാലൻസേ ഉള്ളൂ, അല്ലെങ്കിൽ ലോൺ കൂടുതലാണ് എന്ന് ഈ രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുകയും മാനസികമായി ടെൻഷൻ ആവുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ആ ഒരവസ്ഥ കൂടുതലായിട്ട് നിലനിർത്താൻ ശ്രമിക്കും ഉപബോധ മനസ്സ്. അതേസമയം അതാണ് ആ ഒരു കാര്യം, നമ്മൾ ഔട്ടർ വേൾഡിൽ ഒബ്സർവ് ചെയ്യുന്നത് നിർത്തിയിട്ട് നമ്മൾ അതിന് പകരം നമ്മുടെ ഇന്നർ വേൾഡ്, നമ്മുടെ അകം ലോകത്ത്, നമ്മുടെ ഇമാജിനേഷനിൽ കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ കടമൊക്കെ മാറി, ബാധ്യതകളൊക്കെ മാറി, സുഗമമായിട്ട് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിയെന്നുപരി നമ്മൾ സമ്പന്നമായിട്ട് കാണുക. ഉള്ളില് നമ്മൾ കൂടുതൽ സമ്പന്നമായിട്ട് സമൃദ്ധിയുള്ള, അതായത് നമ്മുടെ വിഷയങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറി നല്ല, നമ്മൾ എന്താണോ ഏത് രീതിയിലുള്ള സാമ്പത്തിക അവസ്ഥയാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു അവസ്ഥ നമ്മൾ ഉള്ളിൽ കാണുക എന്നുള്ളതാണ്. അതാണ് ഇതിന് ഏറ്റവും മികച്ച സൊല്യൂഷൻ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉള്ളത്. രണ്ടാമത്തെ ടിപ്പായിട്ട് എബ്രാഹിമിക്സ് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ നിലവില്, അത് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, നമ്മുടെ ഈ വേണ്ടാത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം വേണ്ട കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ്. വേണ്ടാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ തന്നെ ഇപ്പോൾ പത്രങ്ങളൊക്കെ എടുത്താലും അല്ലെങ്കിൽ TV ചാനലുകൾ എടുത്താലും, ഇപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും ചാനലുകൾ എടുത്താലും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഇതിനകത്ത് പല പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എന്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ ഒബ്സർവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം, നമ്മുടെ ശ്രദ്ധ കൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം, ദയനീയമായ ഒരു സംഭവമായിരിക്കാം, പക്ഷെ നമ്മൾ അതിൽ നോക്കി അതിൽ ശ്രദ്ധിച്ചിരുന്നിട്ട് അതിന് നമ്മൾ ടെൻഷൻ ആകുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മളൊരു നെഗറ്റീവ് മെസ്സേജാണ് അവിടെ കൊടുക്കുന്നത്. ഇതാണ് എനിക്ക് കൂടുതലായിട്ട് വേണ്ടത് എന്ന തരത്തിലുള്ള ഒരു മെസ്സേജാണ് സത്യത്തിൽ നമ്മളവിടെ കൊടുക്കുന്നത്. അതിന് പകരം നമ്മൾ അത്തരം കാഴ്ചകൾ കാണണമോ, അതോ നമ്മുടെ കാഴ്ചകൾ കൃത്യമായിട്ട് നമുക്ക് അനുകൂലമായ, നമുക്ക് ജീവിതത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കാണണമോ, എന്തിലാണ് നമ്മുടെ ശ്രദ്ധ അധികമായിട്ട് പതിയേണ്ടത് എന്ന വിഷയമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട 2 പോയിന്റ്. മൂന്നാമത്തെ ഒരു ടിപ്പ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ കാണേണ്ട രീതിയിൽ കാണുക. അതായത് നമുക്കൊരു കുഞ്ഞിന്റെ കാര്യത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ, കുഞ്ഞിന്റെ നെഗറ്റീവ് വശത്തെ കാണുന്നതിന് പകരം അവന്റെ പോസിറ്റീവ് വശം മാത്രം കാണുക. പോസിറ്റീവ് ആസ്പെക്ട്സ് എന്നുള്ളതാണ്, പോസിറ്റീവ് വശം മാത്രം കാണുക. നെഗറ്റീവ് ഇപ്പൊ കുഞ്ഞിന്റെ കാര്യം ശരി തന്നെ, റിലേഷൻഷിപ്പ് ആയാലും ശരി തന്നെ, നമ്മുടെ ഏതെങ്കിലും ആരോഗ്യപരമായ അവസ്ഥയാണെങ്കിലും ശരി തന്നെ, നമുക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു അവസ്ഥയാണെങ്കിലും ശരി തന്നെ, ഏതാണെങ്കിലും ശരി തന്നെ, നമ്മൾ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം മാത്രം നമ്മുടെ കണ്ണിൽ വിടുന്ന രീതിയിൽ, ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ശ്രദ്ധയ്ക്ക് അനുസരിച്ച് മാത്രമേ അതിന് രൂപപ്പെട്ടു വരാൻ കഴിയുകയുള്ളൂ. 100% നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്, നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാവുന്നതാണ് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഈ ശക്തിയെ. അപ്പൊ നമ്മൾ ഈ ഒരു പവർ നല്ല രീതിയിൽ കൃത്യമായിട്ട് ഉപകാരപ്രദമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ക്രമേണ നിലവിൽ എന്തിനേനോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പലതും അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഫെയ്ഡായി ഇല്ലാതാവുകയും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളുടെ പോസിറ്റിവിറ്റി കൂടുതലായി നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണും. അപ്പോൾ അത് നമ്മുടെ തീരുമാനമാണ്. തീർച്ചയായിട്ടും അതെല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക്
കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു സോ മച്ച്. പറഞ്ഞോളൂ. ഈ മനസ്സിൽ പല ചിന്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം? അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനുള്ളത്. മെഡിറ്റേഷൻ നമുക്ക് ഒരു കൃത്യമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നല്ല മെഡിറ്റേഷൻ എടുത്ത് അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മളെ ഈ ചിന്തകളുടെ കടന്നുകയറ്റം കുറയും. അത് മനസ്സിന് നൽകേണ്ട ട്രെയിനിങ് ആണ്. അത് നമ്മൾ ഇവിടെ ഒരു താങ്ക് യുവിന്റെ ചാൻഡിങ് മെഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 1000 തവണ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിലുള്ളത്. അത് നല്ല രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ പല രീതിയിലുള്ള ഗുണമുണ്ട്. ഒന്ന്, മെഡിറ്റേഷന്റെ തുല്യമായിട്ടുള്ള മനസ്സിന്റെ ശാന്തത ലഭിക്കും, ചിന്തകൾ കുറയും. രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് നമ്മുടെ വൈബ് ഉയരും. കാരണം ആ താങ്ക് യു എന്ന വാക്കിന്റെ പവർ നമ്മൾ കഴിഞ്ഞ തവണ എല്ലാം പറയുന്നതാണ്. അത് നമ്മൾ നിരന്തരം, അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫ്രേസ് ആണ്. അത് വളരെ പോസിറ്റീവായിട്ട് ഹൈ വൈബിലുള്ള ഫ്രേസ് ആണ്. അത് നമ്മുടെ കാന്തശക്തി വളരെയധികം വർദ്ധിപ്പിക്കും. തീർച്ചയായിട്ടും അത് നമുക്ക് വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് തരും എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യോട്ടെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ, നിങ്ങൾക്ക് ഏത് ഗുരുവിന്റെ കീഴിലുള്ള മെഡിറ്റേഷൻ ആയാലും നല്ലതാണ്. സാറ് അത് നമ്മളെ യോഗയുടെ ഹാപ്പിനെസ് പ്രോഗ്രാമിൽ യോഗയുടെ ശ്രീയുടെ ഒരു സഹജ സമാധി മെഡിറ്റേഷൻ എന്ന് പറയുന്നുണ്ട്. അതിലാണെങ്കിൽ അവർ പറയുന്നത്, അവരൊരു മന്ത്രം, അതായത് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ. ആ മന്ത്രം അവർ മാത്രം നമുക്ക് പറഞ്ഞു തരാനുള്ളൂ. അത് പറഞ്ഞിട്ട് നമുക്ക് നമ്മളിൽ കിടക്കുന്ന പല പല പഴയ ചിന്തകളെല്ലാം ഡിലീറ്റ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്തിട്ട് ആ മന്ത്രം പറയുക. അപ്പോഴത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ നമ്മളിൽ ഫീൽ ചെയ്തതാണ് സഹജ സമാധി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ശ്രീയുടെ. അപ്പൊ അതുപോലെയാണ് അതാണ് പറഞ്ഞത്. ഒരു മെഡിറ്റേഷൻ നമ്മളെ ഈ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് വലിയ രീതിയിൽ സഹായിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഒരു മെഡിറ്റേഷൻ, ഏതെങ്കിലും രീതിയിൽ ഒരു മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകണം കേട്ടോ. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? റിലീജിയസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ്. റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസുകളിൽ പറയുന്ന, തീർച്ചയായിട്ടും റിലീജിയൻസ് എല്ലാം ഇതുപോലുള്ള മനസ്സിന്റെ അച്ചടക്കം പാലിക്കാനാണ് റിച്വൽസ് തന്നിട്ടുള്ളത്. എല്ലാ റിലീജിയൻസും തന്നിട്ടുള്ള അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ മനസ്സിന്റെ ഏകാഗ്രതയെയും ശക്തിയെയും കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അതിനുള്ള പവർഫുൾ ആയിട്ടുള്ള വൈബ്രേഷണൽ ആയിട്ടുള്ള വാക്കുകളാണ് അതിനകത്തുള്ളത്. അപ്പം റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അതിനകത്തുള്ള അനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്താലും തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് വെറും ഒരു ചടങ്ങായിട്ട് ചെയ്യാതെ അത് കൃത്യമായിട്ട് ഉൾക്കൊണ്ട് ചെയ്യുക. മനസ്സിന്റെ ആ ഒരു ചിന്തകളുടെ ശക്തിയാണ്. ചിന്തകളുടെ ശക്തിയുണ്ട്. പക്ഷെ ഇത് സംഭവിക്കുന്ന വെച്ചാല് മനുഷ്യന് ജന്മന തന്നെ യൂണിവേഴ്സൽ പവറാണ്, അതായത് ദൈവികമായ ശക്തിയാണുള്ളത്. ലോകം മുഴുവൻ നിറയാനുള്ള ശക്തി ഓരോ മനുഷ്യനും ഉണ്ട്. ആ ശക്തിയെ ഉപയോഗിക്കാൻ ഫ്രീ ആയിട്ട് നമുക്ക് തന്നിട്ടുമുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അത് അറിവില്ലാതെ ഈ ശക്തിയെ സ്വന്തം ജീവിതത്തിന് എതിരായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ തിരിച്ചറിയാനുള്ളത്. നമ്മളെ ജീവിതത്തെ ബുദ്ധിമുട്ടാക്കാനുള്ള കാര്യങ്ങളെ നമ്മൾ തന്നെയാണ് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാന്തശക്തി എന്ന് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ സ്വാഭാവികമായും മാഗ്നറ്റിക് പവറുള്ള മനുഷ്യരാണ്. നമ്മൾ കാന്തശക്തി ഉള്ളവരാണ്. അത് നമ്മളത് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഭൂഗുരുത്വാകർഷണം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ഭൂഗുരുത്വാകർഷണം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ അതുപോലെ മനുഷ്യന് അതുപോലെ ഒരു ആകർഷണം മനുഷ്യനുണ്ടെങ്കിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യൻ ആ ഒരു ആകർഷണ ശക്തിയുണ്ട്. ഈ ഒരു ഭൂഗുരുത്വാകർഷണ ശക്തി പോലെ അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് മനുഷ്യന്റെ ഒരു പവറാണ്. അത് ഉള്ളിലുള്ള ഒരു പവർ. അത് അങ്ങനെ നമുക്ക് അങ്ങനെ അട്രാക്ട് ചെയ്യാതെ ജീവിതത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് കരുതിക്കൂട്ടി നമ്മുടെ ഈ ശക്തിയെ കരുതിക്കൂട്ടി നമ്മുടെ ജീവിതത്തിന് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. കരുതിക്കൂട്ടി. ഈ കരുതിക്കൂട്ടി എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. ഇന്റൻഷനലി നമ്മൾ മാറ്റണം. ബോധപൂർവം, മനഃപൂർവ്വം മാറ്റണം. കാരണം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് മനുഷ്യന് ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. അത് മനുഷ്യന്റെ പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. കാരണം പറഞ്ഞാൽ ഉപബോധ മനസ്സിൽ അങ്ങനെ പതിഞ്ഞുപോയ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. പണ്ട് കാലത്ത് ഈ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ ജീവിക്കേണ്ടി വന്ന നമ്മുടെ പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടിയ സഞ്ചിതമായ ഒരു നെഗറ്റിവിറ്റിയാണ് നമ്മുടെ എല്ലാം ഉള്ളിലുള്ളത്. അതാണ് നമ്മൾ ഡിഫോൾട്ടായിട്ടാണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ആ പൂർവികർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ,
വെറും തറകളിലും ഗുഹകളിലും ചെറിയ കുടിലുകളിലും ഒക്കെ താമസിച്ച ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥകളിലാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഭയമാണ്. ഏതെങ്കിലും വന്യമൃഗങ്ങൾ ആക്രമിക്കുമോ, മറ്റ് ശത്രുക്കൾ ആക്രമിക്കുമോ, എങ്ങനെയെല്ലാം എനിക്ക് അപകടം വരുമോ എന്നുള്ള ഭയന്ന് 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 അതങ്ങ് ഉറച്ചു പോകും. ഉപബോധ മനസ്സ്, ബ്രെയിനിലും ഉപബോധ മനസ്സിലുമായിട്ട് ഉറച്ചു പോയിട്ട് എപ്പോഴും എന്തിനും ഒരു കിടുങ്ങിയ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല ആ ഒരു കിടുക്കമുള്ളത്. ഈ കിടുക്കം നെഗറ്റീവായിട്ട് ഇങ്ങനെ ആ ഒരു ഉള്ളിലെ ആ ഉൾക്കിടിലത്തെ നമ്മൾ എപ്പോഴും പേറിക്കൊണ്ടാണ് മനുഷ്യൻ ജനിച്ചു വീഴുന്നതും വളരുന്നതും. ഇതാണ് നമ്മളെ നെഗറ്റിവിറ്റി, എപ്പോഴും ഒരു നെഗറ്റീവിലേക്ക് നമ്മളെ നോക്കാൻ കാരണം. ഒരു പത്രവാർത്ത നെഗറ്റീവ് ഉണ്ട്, അതിനകത്ത് താഴെ രണ്ടും നല്ല പോസിറ്റീവായിട്ടുള്ള വാർത്ത ഉണ്ട്, അതും ശ്രദ്ധിക്കില്ല, അതൊന്നും വേണ്ട, നെഗറ്റീവായിട്ടുള്ള വാർത്ത. എന്തുകൊണ്ടാണ്? ഈ ഒരു ഉൾക്കിടിലം ഉള്ളത് കൊണ്ട് അതിനെ എങ്ങനെ അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് നമ്മൾ ഒബ്സർവ് ചെയ്തു പോകപ്പെടുന്നതാണ്. പക്ഷെ ഈ ഒരു ഒബ്സർവേഷൻ, ഈ ഒരു അറ്റൻഷൻ കൂടുതൽ കൂടുതൽ നെഗറ്റീവായിട്ട് സാഹചര്യങ്ങൾ ആകർഷിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ കരുതിക്കൂട്ടി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ, ഈ ഒരു ശ്രദ്ധയെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ സംസാരത്തെ, നമ്മുടെ പ്രവൃത്തിയെ എല്ലാം തന്നെ അങ്ങ് വിട്ടുകൊടുക്കാതെ, കൈയും വിട്ടങ്ങ് പോകാതെ നമ്മൾ കരുതിക്കൂട്ടി പിടിച്ചു നിർത്തി ആ ഒരു കടിഞ്ഞാൻ കയ്യിൽ വെച്ച് ജീവിക്കണമെന്നുള്ളത്. കരുതിക്കൂട്ടി അത് കരുതിക്കൂട്ടി നമ്മുടെ സംസാര ശൈലി, നല്ല വാക്കുകൾ സെലക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള വാക്കുകൾ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന കുട്ടികളടുത്തായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും ശരി തന്നെ, സുഹൃത്തുക്കളോടായാലും ഞാൻ നല്ല ക്വാളിറ്റിയുള്ള ആരെന്ത് പറഞ്ഞാലും ശരി തന്നെ, ഞാൻ നല്ല വാക്കുകളെ ഉപയോഗിക്കും. നെഗറ്റീവ് പറയില്ല, അസഭ്യം പറയില്ല. അങ്ങനെയൊക്കെ സ്വയം തീരുമാനമെടുത്ത് നല്ല വാക്കുകൾ ഉപയോഗിക്കണം. ശ്രദ്ധിക്കുന്ന കാര്യം, എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, എൻ്റെ മുന്നിൽ ഈ നല്ല സ്പീച്ചുകൾ വരുന്നുണ്ട്, നല്ല ക്ലാസ്സുകൾ വരുന്നുണ്ട്, കുറെ നെഗറ്റീവായിട്ടുള്ള ഗോസിപ്പ് പറയുന്ന കുറെ ചാനലുകളുണ്ട്, എല്ലാ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് ആ നെഗറ്റീവ് ചാനലിന്റെ ഹെഡിങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാനായിരിക്കും നമ്മുടെ സ്വാഭാവികമായ ഉൾക്കിടിലുള്ള മനുഷ്യന്റെ സ്വാഭാവികത. നമുക്ക് അതല്ല, കരുതിക്കൂട്ടി ഇല്ല, കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ അതിനോടനുബന്ധിച്ചുള്ള നെഗറ്റിവിറ്റിയാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കരുതിക്കൂട്ടി എൻ്റെ മനസ്സിനെ ഞാൻ ഈ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാണാം. എൻ്റെ ഫ്രീ ടൈം, എൻ്റെ ചിന്തകളെ പോസിറ്റീവായിട്ട് ഞാൻ തിരിച്ചു പിടിച്ച് കൊണ്ടുവരും, ഫിറ്റ് ചെയ്യും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ കരുതിക്കൂട്ടി ഇന്റൻഷനലി ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സ് ആ ഇന്റൻഷൻ അനുസരിച്ച് അതിന് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. അതിന്റെ ഒരു രീതി എങ്ങനെയാണ്, നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രമേ അതിനെ ആകർഷിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ കരുതിക്കൂട്ടി പോസിറ്റീവിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിതത്തെ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാൻ പറ്റും. അതാണ് ഇത് പറയുന്നത്. അതാണ് ക്വാളിറ്റിയുള്ള വാക്കുകൾ, സംസാര രീതിയും നമ്മുടെ ശ്രദ്ധയും എല്ലാം വേണമെന്ന് പറയാൻ കാര്യം. ഓക്കെ, അഭിജിത്ത് പറയൂ. സാർ, എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞത്, സാർ നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ആ ആഗ്രഹത്തിൽ ചില പ്രാർത്ഥനയുടെ രൂപത്തിലായാലും വേറെ പല രൂപത്തിലായാലും ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് പല മാനിഫെസ്റ്റ് ചെയ്യാനും ഇതെല്ലാം ശ്രമിക്കും. അപ്പം ചിലപ്പോൾ അതിനൊക്കെ ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ ഇനി അത് നടക്കില്ല എന്ന് വിചാരിച്ച് ആ ആഗ്രഹം ഉപേക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് ആ ആഗ്രഹം നടന്നു വരുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ പൂർണ്ണമായി ഇങ്ങനെ നടക്കൂല എന്നെല്ലാം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മൾ ആ വിചാരിച്ച ഒരു കാര്യം നമ്മളിലേക്ക് പതുക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് സാറിന് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇതന്നെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പോയിന്റാണ്. നിങ്ങൾക്ക് ആഗ്രഹം സാധിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താണെന്ന് അറിയാമോ? വളരെ പെട്ടെന്ന് ആഗ്രഹം സാധിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം ആ ആഗ്രഹത്തെ വിടുമ്പോഴാണ്. നമ്മൾ നന്നായിട്ട് ആഗ്രഹിച്ചിട്ട് പിന്നെ അങ്ങ് ആഗ്രഹിക്കാതിരിക്കുക, വേണ്ടെന്ന് വയ്ക്കുക, വന്നോളും. അവിടെ പിന്നെ ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസും ഇല്ല. നമ്മൾ ആഗ്രഹം മനസ്സിനകത്ത് സൂക്ഷിക്കുന്നിടത്തോളം കാലം ആ ആഗ്രഹത്തിന്റെ റെസിസ്റ്റൻസ് ബ്ലോക്കുകൾ സൃഷ്ടിക്കും. ആഗ്രഹത്തിന് തന്നെ സെൽഫായിട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ തിങ്ക് ചെയ്ത് ചിന്തിക്കുക, ആഗ്രഹം കിട്ടുമോ അത് എനിക്ക് എന്നൊക്കെയുള്ള അത് കിട്ടിയാൽ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, ഇതാണെന്നുള്ള രീതിയിൽ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ട് അതിൽ തന്നെ കുറെ റെസിസ്റ്റൻസ് സൃഷ്ടിച്ചു വെക്കുമ്പോഴാണ് ഈ ആഗ്രഹങ്ങൾ പലപ്പോഴും നടക്കാതെ വരുന്നത്. നന്നായിട്ട് കുറച്ചാൾ ആഗ്രഹിക്കുക, കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയുക. വേണ്ട, എനിക്കിനി അത് വേണ്ട, ആത്മാർത്ഥമായ നിലപാടങ്ങ് എടുക്കുക. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഡിറ്റാച്ച്മെന്റ്, 100% ഡിറ്റാച്ച്മെന്റ്. അതാണ് നമ്മൾ മനസ്സിലായില്ലേ? അതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ആഗ്രഹത്തെ വിട്ട് കളയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന് സ്മൂത്ത് ആയിട്ട് ആ കാര്യം ആകർഷിപ്പിക്കാനുള്ള സാവകാശം എന്ന് പറഞ്ഞാൽ അതിനൊരു ഇത് കിട്ടും. അല്ലെങ്കിൽ അതിങ്ങനെ നമ്മളിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കുറെ നെഗറ്റീവ് അല്ലാതെ കുറെ ചിന്തകൾ അതിനകത്ത് കൊണ്ട് ചെന്നിട്ട്
ആ മാനിഫെസ്റ്റേഷൻ പിന്നെ പിന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആഗ്രഹങ്ങളും നടക്കാതെ പോകുന്നു. അപ്പൊ അതിനെ ഡിറ്റാച്ച് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് നമ്മൾ അതിയായി ആഗ്രഹിക്കുക എന്നുള്ളതാണ്. യെസ്. ആദ്യം ആഗ്രഹിക്കുക, ക്ലാരിറ്റി കൊടുക്കുക, എന്താണ് വേണ്ടെന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി കൊടുക്കുക. കുറച്ച് നാൾ അത് മനസ്സിൽ ഹോൾഡ് ചെയ്യുക, പിന്നെ അങ്ങ് വിട്ടുകളയുക, വേണ്ട എനിക്കിനി വേണ്ട എന്നൊരു നിലപാട് അങ്ങ് എടുക്കുക ആത്മാർത്ഥമായിട്ട്. ഓക്കെ, അത് താങ്ക് യു സർ. വന്നോളും. പക്ഷെ റിലാക്സ് ചെയ്ത് നടക്കുക, പോസിറ്റീവായിട്ട് ചിന്തിച്ച് റിലാക്സ് ചെയ്ത് നടക്കുക. താങ്ക് യു അഭിജിത്ത്. ഗായത്രി പറയൂ. സാറേ അഭിജിത്ത് എൻ്റെ ഹാൻഡ് ഡൗൺ ചെയ്യണേ, ഹാൻഡ്സ് ഡൗൺ ചെയ്യണേ പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഡൗട്ട്, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമ്പോൾ കുറച്ച് കാലതാമസം വരുന്നത് എന്തുകൊണ്ടാണ്? നടക്കുമായിരിക്കും, പക്ഷെ അത് കുറച്ച് കാലതാമസം വരുന്നു, അത് കഴിഞ്ഞിട്ടാണ് സാധിക്കുക. അത് നമുക്ക് ഇതുപോലെ തന്നെയാണ്. അതൊരു ഈ അറ്റാച്ച്മെന്റ് കൂടുമ്പോഴും പലപ്പോഴും സംഭവിക്കാറുണ്ട് നമുക്ക്. പിന്നെ അതായത് നമ്മൾ ആ ഒരു ചിന്ത, നമ്മളൊരു വിശ്വാസം എല്ലാം അതിനെ സ്വാധീനിക്കും. പിന്നെ ചില കാര്യങ്ങൾക്ക് ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയത്തായിരിക്കും അത് വരുന്നത്. നേരത്തെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ ജീവിതത്തിന് അത് ഉപകാരപ്പെടാത്ത രീതിയിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ സാഹചര്യമോ ആകുന്ന ചില മാനിഫെസ്റ്റേഷൻസും ഉണ്ട്. അപ്പൊ അതെല്ലാം പല കാരണങ്ങളുണ്ട്. അപ്പം മാനിഫെസ്റ്റേഷൻ നടക്കും. പിന്നെ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള കുറെ റെസിസ്റ്റൻസ് കൂടി മനസ്സിനകത്ത് കൊടുക്കുമ്പോൾ പലപ്പോഴും ആ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറയാം, ഞാൻ വേറൊരു സെഷൻ പറയാം കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. പറഞ്ഞോളൂ ഷബീന. ഹായ് സാർ, പറഞ്ഞോ. ഞാൻ ചോദിക്കുന്നത്, നമ്മള് ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വരുന്ന ഓർഡറിൽ അത് അറ്റൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോ നമുക്ക് അതിൽ തന്നെ ഹയർ ലെവലിൽ ഉള്ളതുണ്ട്, ഏറ്റവും ലോവർ ലെവലിലുള്ള എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാം ഒരേ സിലബസ് ആയിട്ടുള്ള പരീക്ഷകളാവുമ്പോൾ എല്ലാത്തിനും കൂടെ ഒന്നിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ലൈഫ് ജീവിക്കാന്ന് പറയുമ്പോൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നു. ഒരു കൺഫ്യൂഷൻ വേണ്ട ആ കാര്യത്തിന്. അത് ജോലി കിട്ടി എന്നുള്ള പൊസിഷനിൽ ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പിക്കാനുള്ളത്. അപ്പൊ നമുക്ക് അപ്പൊ ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയോട് കൊടുക്കാം. പക്ഷെ നമുക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതാവസ്ഥ മാറുമല്ലോ. നമ്മുടെ ജീവിതാവസ്ഥ മാറുന്ന ആ ഒരു അവസ്ഥയാണ്. അതായത് കുറച്ചുകൂടെ ഒരു വരുമാനം, ഒരു ജോലി എന്നുള്ള ഇൻകം വരും. പിന്നെ മൊത്തത്തിലുള്ള ഒരു സ്റ്റാറ്റസ് മാറും, നമ്മുടെ മൊത്തത്തിലുള്ള രീതി മാറും, ജീവിത ശൈലി മാറും. അപ്പൊ ആ ഒരു ശൈലിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത്, പോകുന്ന വഴിയല്ല. മനസ്സിലായില്ലേ? അപ്പൊ എൻഡ് റിസൾട്ട് എന്ന് പറയും. എൻഡ് റിസൾട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. എൻഡ് സീൻ അല്ലെങ്കിൽ എൻഡ് റിസൾട്ട്, അതാണ് നമ്മൾ കാണാനുള്ളത് എപ്പോഴും. അല്ലാതെ നമ്മൾ പോകുന്ന വഴിയെ കാണണ്ട. പോകുന്ന വഴിക്ക് നമ്മൾ ചിലപ്പോൾ ഏറ്റവും മികച്ച വഴിയിലൂടെ നമ്മളെ കൊണ്ടുപോകുവാൻ നമ്മളെ ഉപബോധ മനസ്സിന് അറിയാം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ ഷോർട്ട് കട്ട് എടുത്ത് കൊണ്ടുപോകും, നമുക്ക് എളുപ്പമാക്കി തരും. അപ്പൊ നമ്മൾ ഇന്ന പൊസിഷൻ, ഇപ്പോ എക്സാംസ് പലതാണെങ്കിലും ഇന്ന പൊസിഷൻ ചിന്തിക്കണ്ട, നമ്മൾ ഇരിക്കുന്ന ഒരു ഹയർ പൊസിഷൻ, ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈലിനെയാണ് നമ്മൾ കാണാനുള്ളത്. അതെ, ഓക്കെ ഓക്കെ, താങ്ക് യു സർ. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു കാര്യത്തെ പറ്റി തീവ്രമായി ദൃശ്യവൽക്കരണം നടത്തിയാൽ അത് പെട്ടെന്ന് നടക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് നടക്കും. അത് ഏറ്റവും മികച്ചൊരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസാണ്. ഞാനൊന്ന് വായിക്കാം. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു കാര്യത്തെ പറ്റി തീവ്രമായ ഫീലിങ്ങോട് കൂടി ദൃശ്യവൽക്കരണം നടത്തിയാൽ അത് പെട്ടെന്ന് നടക്കുമോ എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും അത് പെട്ടെന്ന് നടക്കുമെന്ന് വെച്ചാൽ അത് നിങ്ങൾ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ സമയത്ത് ഉള്ള പ്രാർത്ഥനകളായാലും ഈ ഒരു വിഷ്വലൈസേഷൻ ആയാലും തീർച്ചയായിട്ടും പതിയുന്നുണ്ട്. അത് പിന്നെ എത്രത്തോളം വേഗത എന്നുള്ളത് കാര്യത്തിനകത്ത് അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് നടക്കണം, പെട്ടെന്ന് അങ്ങനെ അങ്ങ് വെക്കുക, നടക്കും, അത് ആപ്റ്റായിട്ടുള്ള സമയത്ത് നടക്കും എന്നുള്ള ഒരു ഇന്റൻഷനാണ് നമ്മൾ കൊടുക്കാനുള്ളത്. പുഷ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ നമുക്കൊരു ഹാർമോണിയസ് ആയിട്ട് ആ മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി റെഡി ആയിട്ടിരിക്കണം. ഹാർമോണി ആയിട്ട് നടക്കും, നമുക്ക് അത് കൃത്യമായിട്ട് നടക്കും. അത് നമ്മൾ പെട്ടെന്ന് നടക്കണമെന്നുള്ള രീതിയിൽ കൊടുക്കുമ്പം അതൊരു കൺഫ്യൂഷൻ വരും. അത് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, പെട്ടെന്ന് എന്നുള്ള സിസ്റ്റം ഇല്ല. ഓക്കെ, അപ്പൊ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു മികച്ച മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസാണ്. രാത്രി ഉറങ്ങാൻ സമയത്ത് നമ്മൾ കാണുന്ന കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ആ മയക്കത്തിൽ തന്നെ കാണാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങ് ഉറങ്ങി വീഴുക. വലിയ രീതിയിൽ ഉപബോധ മനസ്സിലേക്ക് വളരെയധികം ആ ഒരു പോയിന്റ്
അബ്സോർവ് ചെയ്യും. പിന്നെ നമ്മൾ റിലാക്സ് ചെയ്ത് നടക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മളെ നോർമൽ ലൈഫ് നന്നായിട്ട് നയിക്കുക, അത് നടക്കും. ഹെൽത്ത് അവയർനെസ് വീഡിയോസ് കണ്ടാലും പ്രശ്നമാണോ? കുറച്ചൊക്കെ പ്രശ്നമാണ് കേട്ടോ. ഓവറായിട്ട് കാണാതിരിക്കുന്നതാണ് നല്ലത്. അവയർനെസ്, കാരണം നമ്മൾ ഫോക്കസ് മുഴുവനും അനാരോഗ്യത്തിലേക്കല്ലേ ഫോക്കസ് പോകുന്നത്. അത് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഹെൽത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക, രോഗത്തിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം. ഹെൽത്ത് ഇപ്പൊ നമുക്ക് എക്സർസൈസ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ആരോഗ്യത്തോടെയുള്ള മറ്റു വീഡിയോകൾ, സ്പോർട്സ് കാര്യങ്ങൾ, അതൊക്കെ കൂടുതൽ ആരോഗ്യത്തിന്റെ പ്രതീകങ്ങളല്ലേ. അതേസമയം അവയർനെസ് വീഡിയോ എന്ന് പറയുമ്പോൾ അത് അവയർനെസ് നമ്മളെ ഈ ഫോക്കസ് പോകുന്നത് ശ്രദ്ധിച്ചോണം. അതാണ് പ്രധാനം. ഫോക്കസ്, അറ്റൻഷൻ ഏത് രീതിയിൽ പതിയുന്നു അതാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ തിയറി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഹലോ സർ. ചോദിച്ചോളൂ. സർ നമസ്കാരം. ഒരു സംശയം എന്ന് വെച്ചാല്, ഈ താങ്ക് യു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതായത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധ ചെലുത്തി മാത്രം ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട്. അതായത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക, മറ്റു പുറത്തേക്കുള്ള ഇപ്പോൾ പ്രപഞ്ചം, അങ്ങനെ ദൈവം, മറ്റൊന്നിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാതെ എൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കി ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് പ്രയോജനം ചെയ്യുമോ? അതുപോലെ പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പോഴുള്ള അഫർമേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ആഗ്രഹം നടക്കാനുള്ള അന്നതിലും ഉപരിയായിട്ട് സെൽഫ് ടോക്ക്, അതായത് എനിക്ക് വേണ്ടത് എന്നിലേക്ക് വരും, അല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ളത് അത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലൊരു സെൽഫ് ആയിട്ട് നമ്മൾ സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നതാണോ നല്ലത്, അതോ നമ്മളിങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു പഠിപ്പിക്കണോ മനസ്സിനെ? ഏതാണ് ബെറ്റർ? നമ്മള് ഈ ഒരു താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാണ് നമ്മൾ പറയാനുള്ളത്. അത് കാരണം നമ്മുടെ ഉള്ളിലെ ആണ് നമ്മുടെ ഒരു ശക്തി ഉള്ളത്. അപ്പൊ ആ ശക്തിക്കാണ് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു താങ്ക് യു, നന്ദി പറയാനുള്ളത് കേട്ടോ. അത് ആ രീതിയിൽ തന്നെയാണ് കാണാനുള്ളത്. അപ്പോ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ കാണുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് പറയുമോ? സോറി. അല്ല, ഒരു സെൽഫ് ടോക്ക് എന്ന്, അതായത് ഇന്ന ആഗ്രഹം നടക്കണം എന്ന് പറയുന്നതിനോട് താല്പര്യമില്ല, പകരം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിച്ചിട്ട് എനിക്കുള്ളത് എൻ്റെ കൂടെ ഉണ്ടെന്നോ, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, അതാണോ നല്ലത്? അതായത് നമുക്ക് അതും നല്ലതാണ്. അത് ചിലർക്ക് അത് സ്പെസിഫിക് ആയിട്ട് പറയാൻ ആഗ്രഹമില്ലാത്തവർക്ക്, സ്പെസിഫിക് ആയിട്ടുള്ള ആഗ്രഹമില്ലാത്തവർക്ക് ഈ രീതി നല്ലതാണ്. അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ലൈഫിനെ അവർ സ്വാഭാവികമായിട്ട് അവരുടെ കാന്തശക്തി ഉപയോഗിച്ച് അവർ ആകർഷിപ്പിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതി, രണ്ട് രീതി നല്ലതാണ്. നിങ്ങൾക്ക് ഈ രീതി ആണ് ആപ്റ്റാണ് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു ഹയർ വൈബിൽ ഉള്ളപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട്, നമ്മളൊന്നും ആഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു വൈബിനനുസരിച്ചുള്ള ഉയർന്ന ജീവിതം നമ്മളെ സ്വാഭാവികമായിട്ട് ആകർഷിപ്പിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നിന്ന് കൊടുത്താൽ മതി, മനസ്സിനെ സെറ്റ് ചെയ്താൽ മതി. സാർ, ഇപ്പൊ ഏതെങ്കിലും ഒരു സെഷനിൽ ഒരു സെൽഫ് ടോക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. പറയാം. ഓക്കെ, താങ്ക് യു. നൗഫൽ പെട്ടെന്ന് പറയാം. നൗഫൽ. ഹലോ സാറേ, നമ്മളെ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന സുഹൃത്തുക്കളുടെ അടുത്താണ്. നമ്മളെ സാറ് നമ്മളെ ഈ ഒരു ലൈവ് സെക്ഷന്റെ പോലെ തന്നെ നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അതൊന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഈ ഒരു ഡൗട്ട്സ് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ടി വരില്ല. നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും എന്നുള്ളതാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിന് എനിക്ക് പറയാനുള്ളത്. സാറൊന്ന് അത് ഈ കോഴ്സിന്റെ കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഇതൊന്ന് പറയണേ സാർ. നൗഫലിന് നമ്മളെ സ്റ്റുഡൻസിന് എല്ലാം ഉള്ള പരാതിയാണ്, ഞാൻ ഈ ക്ലാസ് വിളിക്കുന്നല്ലാതെ കോഴ്സിനെ കുറിച്ച് തീരെ അങ്ങ് പറയാതെയാണ് പോകുന്നത് എന്നുള്ളത്. താങ്ക് യു സോ മച്ച് നൗഫൽ. അപ്പം അത് ഞാൻ പറയാം നൗഫൽ, തീർച്ചയായിട്ടും ഞാൻ പറയുന്നുണ്ട് ക്ലാസ്സിനകത്ത്. ഇപ്പം അവർക്ക് അറിയാമല്ലോ, അവർക്കൊരു കോഴ്സിനെ കുറിച്ച് അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ വരുമെന്നുള്ളൊരു വിശ്വാസമാണ്. എന്നാലും ഞാൻ പറയാം, നമ്മുടെ കോഴ്സ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തു, പുതിയ ബാച്ച്. നിങ്ങൾ അടുത്ത മാസം ഉണ്ടാവും മിക്കവാറും. ഈ ഒരു ബാച്ച് കഴിഞ്ഞിട്ട് ഈ മാസം അവസാനത്തോടു കൂടി ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട് പ്രദീപ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ കോഴ്സിലൊന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അറ്റൻഡ് ചെയ്യണം. കാരണം അത് നിങ്ങൾക്ക് അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഇവിടെ നമുക്ക് ഒരു പൊതു സ്ഥലത്ത് പറയാൻ പരിമിതിയുള്ള കാര്യങ്ങൾക്ക് വരെ അവിടെ നമുക്ക് ക്ലാരിറ്റിയോടുകൂടി നമ്മൾ സംസാരിക്കുന്നുണ്ട്. കുറച്ച് ഹൈ വാല്യൂ ഉള്ള ഒരു കോഴ്സാണത്. അതുകൊണ്ട് തന്നെയാണ് അതിപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും അത് ശ്രമിക്കുക, അതിനകത്ത് ജോയിൻ ചെയ്യുവാൻ വേണ്ടി ഒരു ഇന്റൻഷൻ മനസ്സിൽ വയ്ക്കുക.
അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ എനിക്ക് ഇല്ല, ഫീസ് ഒന്നും കൊടുത്ത് പഠിക്കാൻ പറ്റില്ല ഒരു ആറ്റിറ്റ്യൂഡൊന്നും അങ്ങ് വെക്കാതിരിക്കുക. അതൊരു വാല്യൂ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് വേറൊരു ലെവലിലേക്ക് നമ്മൾ പോകും. മൈൻഡ് സെറ്റ് അത് ഉറപ്പാണ്. അത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അതാണ് നൗഫൽ പ്രത്യേകം എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് നൗഫൽ. അപ്പോൾ നമുക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വാല്യൂ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ഉപബോധ മനസ്സ് അത് വേറൊരു ലെവലിലാണ് കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈഫിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു തീരുമാനം എടുക്കുന്ന ഒരു ബോധ മനസ്സ്. അപ്പൊ അതിന്റെ ലെവലിലേക്ക് തന്നെ ആ ഒരു വാല്യൂ ഉയർത്തും നമ്മൾ. അതാണ് ഈ സുഹൃത്തുക്കളെ, ഞാന് മാർച്ച് 5 ക്ലാസ്സിന് ജോയിൻ ചെയ്തതാണ്. മാർച്ച് 5 ക്ലാസ്സിന്റെ ഫീസ് ഇതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നൊരു മൈൻഡ് സെറ്റ്. ഫീസിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത്ഭുതമാണ്, അതായത് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് അതിന്റെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ആയിട്ട് നമുക്ക് തിരിച്ചു വരും. അത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത്. കാരണം എനിക്ക് 5-ാം തീയതി ജോയിൻ ചെയ്തിട്ട് 15-ാം തീയതി എനിക്ക് അതിന്റെ അപ്രതീക്ഷിതമായിട്ട് തന്നെ ആ എമൗണ്ടിന്റെ ഒരു ഡബിൾ ഇരട്ടി എനിക്ക് അത് അനുഭവിക്കാൻ കിട്ടി. എനിക്ക് എന്റെ കയ്യിൽ കിട്ടി. അതുകൊണ്ടാണ് ഇത്രയും ഇതിൽ ഞാൻ പറയുന്നത്. ഭയങ്കര ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കരുതുന്ന പോലെയല്ല. അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ ലൈവ് സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വൈബ് നന്നായിട്ട് ഉയരാനും പറ്റും. സാറ് പറയുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും. താങ്ക് യു നൗഫൽ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കൊരു താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ഡേറ്റ് ആയി. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ആഴ്ച കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു താങ്ക് യു സർ. സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.